നമസ്കാരം. ദുബായിലാണുള്ളത്. ദുബായിലെ എക്സ്പോ 2020 മെട്രോ സ്റ്റേഷൻ്റെ താഴെയാണല്ലോ കേട്ടോ. എക്സ്പോ കാണാൻ വേണ്ടി ഒന്നുമല്ല, എക്സ്പോ ഞാൻ 2 തവണ കണ്ടതാണ്. അപ്പോൾ ഇത്തവണ ഞാൻ പോകുന്നത് ദുബായിലെ എയർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 3 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന എയർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ ഉണ്ട്. ഇതിൽ ഫ്രീ ഷട്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളതിന് നേരെ ബസ്സിലേക്ക് കയറുകയാണ്. അപ്പോൾ നമ്മളത് ബസ്സിൽ കയറി കേട്ടോ. ബസ്സിൽ കയറി സീറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ബസ്സിൻ്റെ ഉൾവശം വരുന്നത്. ഇവിടെ ഒരു റീഡിങ് ലൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ AC വെൻ്റൊക്കെ ഉണ്ട്. ഇത് ഫ്രീ ഷട്ടിൽ ബസ്സാണ് കേട്ടോ. അതായത് നമ്മുടെ എക്സ്പോ 2020 മെട്രോ സ്റ്റേഷൻ്റെ എക്സിറ്റ് 2 സൈഡിൽ വരുമ്പോൾ തന്നെ ഇതേപോലത്തെ ഒരു ഷെൽട്ടറൊക്കെ കാണാം. അവിടെയായിട്ട് നിർത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എത്ര മണിക്ക് പുറപ്പെടുന്നൊന്നും അറിയില്ല. എനിക്കൊന്ന് ബസ് ഫുള്ളായിട്ടേ പുറപ്പെടുള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തായാലും ബസ്സിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. എയർ ഷോ കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. എന്തായാലും ഇനി ബസ് പുറപ്പെടട്ടെ. അപ്പോൾ അതാ ബസ് ഇവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. എക്സ്പോന്ന് പുറപ്പെട്ടു. കറക്റ്റ് 1:30ക്ക് തന്നെ ബസ് പുറപ്പെട്ടു കേട്ടോ. കറക്റ്റ് 1:30ക്ക് ബസ് പുറപ്പെട്ടു. ഇനി ഇത് എത്ര മണിക്ക് അൽ മക്തൂം എയർപോർട്ടിലെത്തും നോക്കാം കേട്ടോ. അൽ മക്തൂം എയർപോർട്ട് അഥവാ DWC. ഞാൻ അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. 2023 ഏപ്രിൽ തൊട്ട് 24 സെപ്റ്റംബർ വരെ ഞാൻ അവിടെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ എയർ ഷോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇതേപോലെ പാസ് എടുത്തിട്ട് നമ്മൾ അവിടെ പോയിട്ട് കണ്ടിട്ടില്ല. ഈ യുദ്ധവിമാനങ്ങളൊക്കെ ആകാശത്ത് കൂടി കുറേ അഭ്യാസ പ്രകടനം കാണിക്കുന്നതെല്ലാം കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അടുത്ത് കാണാൻ പോകുന്നത് കേട്ടോ. ബസ്സിൽ കുറച്ച് സീറ്റൊക്കെ വേക്കൻ്റ് ഉണ്ട്. ഇത്ര മൊത്തം ഫുള്ളായിട്ടില്ല. എനിക്ക് അരമണിക്കൂർ കൂടുമ്പം ഷട്ടിൽ സർവീസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇവിടെ എന്തൊക്കെയോ പാർക്കിങ്ങോ അങ്ങനെ എന്തൊക്കെയോ വരുന്നുണ്ട്, പുതിയ പാർക്കിംഗ് ഒക്കെ. ഇനിയിപ്പോൾ എന്തായാലും നമുക്കിനി എയർപോർട്ട് എത്തിയിട്ട് കാണാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മളിത് എയർ ഷോ നടക്കുന്ന അവിടെ എത്തി കേട്ടോ. ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ്. കണ്ട എത്ര ടാക്സി, അതുപോലെ തന്നെ എത്ര ബസ് അവിടെ സൈഡാക്കി നോക്കിയാൽ. ഇപ്പോൾ അവിടെ ആയിട്ട് ഒരുപാട് ഫ്ലൈറ്റൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഫ്ലൈ ദുബായിൻ്റെ ഉണ്ട്, അതുപോലെ ഒരുപാട് ഫ്ലൈറ്റുകളുണ്ട്. ഇവിടെ വെൽക്കം ടു ദുബായ് എയർ ഷോ മറ്റൊരു കവാടമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കവാടമൊക്കെ കൊടുത്തിട്ടുണ്ട്. 3 വർഷത്തിലൊരിക്കലാണ് ഇത് നടക്കുക കേട്ടോ. ഞാനിവിടെ അൽ മക്തൂം എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് 2023 ഒരു എയർ ഷോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് 2026. പാർക്കിംഗ് ഒക്കെ ഫുള്ളാണ്. എത്ര കാറ് അവിടെ ബ്ലോക്കായി. ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട് അതിലെ.
ബസ് ഇറങ്ങിട്ടോ. ഈ ബസ്സിലാണ് നമ്മൾ വന്നത്, എക്സ്പോ വന്നത്. ഇവിടെയും ഒരുപാട് ഫ്രീ ഷട്ടിൽ ബസ്സൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരെ അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണേ. നമ്മളിതാ അകത്തേക്ക് കയറുകയാണ്. ഇതൊക്കെ നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരാട്ടാ. ഇവിടെ എന്താ തിരക്ക്? കണ്ണിച്ച എന്തൊക്കെയാണ് സുഖം? ഇവിടെ നിന്ന് നമുക്ക് ഇതാ ടാഗ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതാ അകത്ത് കയറിയിട്ടോ. ഒരു സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറിയത്. ഇവിടെ ഇപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇവിടെയൊക്കെ അതാ ഒരുപാട് കൗണ്ടറുകളുണ്ട് കേട്ടോ. എമിറേറ്റ്സിൻ്റെ, അതുപോലെ തന്നെ ഇതാ ബോയിങ്ങിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഏത് ഭാഗത്തേക്കാണ് പോകേണ്ട ഒരു പിടിയില്ല കേട്ടോ. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണല്ലോ. ഇത് അടിപൊളി സംഭവം കേട്ടോ. അവിടെ ഒരു സ്ക്രീനിൽ ലൈവൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാ ഈ ഒരു വഴിക്കൊന്ന് നടക്കുകയാണ്. ഇവിടെയൊക്കെ ബോയിങ്ങിൻ്റെ ഒരു ചെറിയൊരു കൗണ്ടർ പോലെയൊക്കെ ഉണ്ട്. അതുപോലെ ഇതാ എമിറേറ്റ്സിൻ്റെ കേട്ടോ. A380 800 ഡബിൾ ഡക്കറിൻ്റെ ഒരു മിനിയേച്ചർ ടോയ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിനൊക്കെ 2000 തരുന്നുണ്ട്. എമിറേറ്റ്സ് ഫ്ലൈ ദുബായിൻ്റെ ബിസിനസ് ക്ലാസ് ആണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ സീറ്റിംഗ് ആണ്. അതുപോലെ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ്, അതുപോലെ തന്നെ സ്പേസ് പവിലിയൻ. യുദ്ധവിമാനം, അതിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്കിവിടെ കാണാം കേട്ടോ. ഇതൊക്കെ അതിൻ്റെ ചെറിയൊരു മിനിയേച്ചറാണ്. ഇതൊക്കെ യുദ്ധവിമാനങ്ങളാണ് കേട്ടോ. ഇതേതോ യുദ്ധത്തിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇതവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അസ്താന ടെക്നിക്. ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയറാണ് ഇവിടെ കാണുന്നത് കേട്ടോ.
ഇവിടെ ചെറിയൊരു ഡൈനിങ് ഏരിയ ഒക്കെ ഉണ്ട്. നമ്മൾ ഇങ്ങനെ കലവില നടക്കുകയാണ്. കാരണം ഇത് ഏത് വഴിക്കാണ് നടക്കേണ്ടതെന്ന് അറിയില്ല കേട്ടോ എനിക്ക്. കാരണം ഇതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത്. പല പല വഴിക്കായിട്ട് അങ്ങനെ പരതി നടന്ന് കാണുകയാണ്. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ ഒരു കൗണ്ടറും കൂടി നമുക്കിവിടെ കാണാം. ഇതുണ്ടോ, ഇന്ത്യയിൽ നിന്നുള്ള വിമാനത്തിൻ്റെതാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മുടെ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളാണ്. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അവിടെ സ്ക്രീനിൽ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ട് വായിക്കാം. നമ്മുടെ ഇന്ത്യയുടെ യുദ്ധവിമാനം ഇന്ത്യൻ എയർഫോഴ്സ്. എന്താണ് മിസൈലാണ്? മിസൈലിനെ തോന്നുന്നുണ്ടോ? എയർ ഇന്ത്യ എക്സ്പ്രസ്. ये मीटिंग में क्या बोलना यार, तू बोलता नहीं तो फिर पैसे खड़ा रहता। ഇതൊക്കെ എൻജിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അതാ എൻജിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിവിടെ ഈ കാണുന്നത്. AEP 100B എൻജിൻ, അതേപോലെ AEP 60E എൻജിൻ, അതാണ് ഈ കാണുന്നത്. അതുപോലെ ഇതും ഒരു ടൈപ്പ് എൻജിനാണ് കേട്ടോ, ഡൈഹാങ് എൻജിൻ. അങ്ങനെ ഒരുപാട് വ്യത്യസ്തമാർന്ന കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയാൽ കാണാൻ പറ്റും. ഈ ഭാഗത്ത് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പ്രൊപ്പല്ലർ സൈഡ് ഇവിടെ കാണാം കേട്ടോ. പ്രൊപ്പല്ലറിൻ്റെ ഭാഗം നമുക്കിവിടെ കാണാം. പ്ലീസ് ഡോൺ ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ നേരെ ഇനി പുറത്തെ അഭ്യാസ പ്രകടനങ്ങൾ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. നമ്മൾ അകത്ത് മാത്രം കണ്ടിട്ട് അറിയില്ലല്ലോ, പുറത്തേയും കൂടി കാണണ്ടേ. അപ്പോൾ അതവിടെ ബോർഡൊക്കെ ഉണ്ട്, എയർ സ്പേസ് വലതു ഭാഗത്തേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും സംഭവം അടിപൊളി തന്നെയാണ്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ. പലതരം ഫ്ലൈറ്റ് കമ്പനികൾ അങ്ങനെ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വലത്തോട്ടേക്കാണ് പോകേണ്ടത് കേട്ടോ. നേരെ പോയിട്ട് വലത്തോട്ടേക്ക്. വലതുഭാഗത്തായിട്ടാണ് ഇതിൻ്റെ സ്പേസ് പവീലിയനൊക്കെ ഉള്ളത്. യുദ്ധവിമാനങ്ങളും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ഫ്ലൈറ്റുകളുടെ
തലകുത്തി മറിഞ്ഞുള്ള പ്രകടനങ്ങൾ നമുക്കവിടെ കാണാം. അപ്പോൾ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തെ കാഴ്ചകളും കൂടി നമുക്ക് കാണണ്ടേ. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരുപാട് VIP ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങി. ഇതിൻ്റെ അകത്തും ഡ്യൂട്ടി ഫ്രീ ഒക്കെ ഉണ്ട് കേട്ടോ. ഡ്യൂട്ടി ഫ്രീ ഷോപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ATC ടവറാണ് കേട്ടോ. A stunning performance by Captain Miller and the entire Opals Solar Display team. Their Opals empty weight is ഇന്ത്യക്കാർ കുറവാന്ന് തോന്നുന്നല്ലോ, എല്ലാം പുറമേ ഉള്ള ആൾക്കാരാട്ടോ. ദുബായ് പോലീസിന്റെ ഒക്കെ കാറ് കണ്ടോ. അതാ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇങ്ങനെ പാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ എയർ ഷോൻ്റെ ഗുണം എന്താണെന്നറിയോ, നമ്മളിതുവരെ കയറാത്ത ഫ്ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അത് നമുക്കിവിടെ ഫ്രീ ആയിട്ട് കയറാം. സാധാരണ നമ്മൾ ടിക്കറ്റ് എടുത്തൊക്കെയല്ലേ കയറാം, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തൊക്കെയല്ലേ കയറാം. അപ്പോൾ ഈ ഒരു പരിപാടി പ്രമാണിച്ച് നമുക്കിത് ഇവിടെ ഇങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകൾ നിർത്തിയിട്ടുള്ള കാണാം കേട്ടോ. എമിറേറ്റ്സിൻ്റെ തന്നെ പല ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ജെറ്റുകളുണ്ട്, ബോയിങ് ടൈപ്പ് വിമാനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓരോ ഫ്ലൈറ്റിലും ഇന്ന് ഫ്രീ ആയിട്ട് കയറാം. അതാണ് ഈ പരിപാടി കൊണ്ടുള്ള ഉദ്ദേശം. എൻ്റെ ഒക്കെ ഒരുപാട് കാലത്തെ ഒരാഗ്രഹമാണ് ഈ എമിറേറ്റ്സിലൊക്കെ കയറണം എന്നുള്ളത്. അതിപ്പം ഇതാണ്ടോ ഇവിടെ നമുക്കിത് എല്ലാ ഫ്ലൈറ്റിലും കയറണം. ഒരു ഫ്ലൈറ്റ് പോലും നമ്മൾ മിസ്സാക്കരുത്, അതാണ് നമുക്ക് വേണ്ടത്. എല്ലാ ഫ്ലൈറ്റിലും നമുക്കിന്ന് കയറണം. അതാണ്ടോ എമിറേറ്റ്സിലൊക്കെ കയറണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം. നാട്ടിൽ പോകും ജെറ്റ് ടൈപ്പ് വിമാനങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതേപോലെ ബഗ്ഗികളൊക്കെ ഇവിടെ പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ ഫ്ലൈറ്റിലും കയറുന്നത് എത്തി അതിൽ നമ്മൾ മുന്നേ കയറിയിട്ടുണ്ട്. ഒരുപാട് ഫ്ലൈറ്റ് ഉണ്ട്, ഇന്ന് എല്ലാ ഫ്ലൈറ്റിലും കയറി മറിയണം. ഇത് സ്കാറ്റ് എയർലൈൻസ് ആണ് കേട്ടോ. നമ്മൾ ഇൻഡിഗോ ഒക്കെ പോലെ ഒരു ചെറിയൊരു ഫ്ലൈറ്റ് തന്നെയാണ് എമിറേറ്റ്സ്. ഒരു ബോയിങ് ടൈപ്പ് വിമാനമാണ്, ബോയിങ് 777-300. അപ്പോൾ നമ്മൾ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണണ്ടേ. ആകാശത്തിലെ കൊട്ടാരം എന്നൊക്കെയല്ലേ നമ്മൾ എമിറേറ്റ്സിനെ വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ അകത്തേക്കൊക്കെ നമുക്കിനി കയറാം. പോണവൻ മുകളിലോട്ട്. അയ്യോ, അതെന്ത് തലകുത്തി മറിഞ്ഞാണോ പറക്കുന്നത്? ഇതിങ്ങനെ അടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിരന്ന് വെക്കുന്നത് കേട്ടോ ആൾക്കാർ. ആകാശത്തിലെ കൊട്ടാരത്തിലേക്ക് ആദ്യമായി കയറാൻ വലതുകാല് വെച്ച് എമിറേറ്റ്സിലേക്ക് കയറുകയാണ്.
ആദ്യമായി എമിറേറ്റ്സിൽ കയറുകയാണ്. ഇതുകൊണ്ട് നമ്മളെ ജംബോ ജെറ്റ് ടൈപ്പ് വിമാനങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാം കേട്ടോ. എമിറേറ്റ്സ് എൻ്റെ പൊന്നെ, ഇത് എന്താ സംഭവം? ഇത് ഒരു രക്ഷയില്ലാത്ത സംഭവം കേട്ടോ. ബോയിങ് 777 ഫ്ലൈറ്റാണ് ഇത്. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ സീറ്റിംഗ് ഒക്കെ കണ്ടില്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ, ഒരു രക്ഷയില്ല, അടിപൊളി കേട്ടോ. വെറുതെ അല്ല ആകാശത്തിലെ കൊട്ടാരം എന്നൊക്കെ എമിറേറ്റ്സിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ജാതി സാധനം അത്. ഹായ്, ഇത് നോർമൽ എക്കണോമിയാണ് വരുന്നത് കേട്ടോ. 3x4x3 ആണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് ലേഔട്ടൊക്കെ. ഇത് നോർമൽ എക്കണോമി ടൈപ്പാണ്. ഇതിലിതാ സ്ക്രീനിങ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ റിമോട്ട് കൺട്രോള്, പിന്നെ ഇതാ ഇതിൻ്റെ ഒരു മാനുവൽ, അങ്ങനെ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാ ഒരു ആജാനുബായി സംഭവം കേട്ടോ. ഇതും അതേപോലെ തന്നെയാണ്. ഹായ്, 3x4x3 ആ ഒരു ലേഔട്ടാണ്. ഇങ്ങോട്ട് വരുമ്പം 2x4x2 ആവും കേട്ടോ. എൻ്റെ മോനെ എജ്ജാതി സാധനം അത്. ഇത് പിന്നെ നമ്മുടെ ക്യാബിൻ ക്രൂവിൻ്റെ ഒരു ഏരിയ ആണ്. കണ്ടോ, അത് നല്ലൊരു LED ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ആഹാ, എന്താ തണുപ്പ്, ഒരു രക്ഷയില്ലാത്ത തണുപ്പ്. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് വേണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ബിസിനസ് ക്ലാസ്, ഏതെങ്കിലും ഒന്ന്. ദുബായ് ടു ലണ്ടൻ. ആഹാ, കൊള്ളാമല്ല, കടന്നു പോകാമല്ലോ ഇതിൽ. സംഭവം അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. എന്തൊക്കെ കൊടുക്കുന്നതൊക്കെ എന്താ, ഒരു രക്ഷയില്ലാത്ത സാധനം. ആ അപ്പുറത്ത് A380 ഉണ്ട്, അതും കൂടി കാണണം. കൊള്ളാം കേട്ടോ, അടിപൊളി. ഫ്ലൈറ്റ് ടിക്കറ്റ് ഇല്ലാണ്ട് കയറാൻ പറ്റില്ല, അതുപോലെ. ഇത് വരുന്നത് 1x2x1 ആണ് കേട്ടോ. അവിടെ 1, ഇവിടെ 2, ഇവിടെ 1, അങ്ങനെയാണ് ഇതിൻ്റെ ലേഔട്ട് വരുന്നത്. അപ്പോൾ ഇത് ബിസിനസ് ക്ലാസ് ആണ്. ഇവിടെ കാണുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് ക്ലാസ് നല്ല ലക്ഷറിയാണ് കേട്ടോ, ലക്ഷറിയാണ്. കണ്ടോ, ബിസിനസ് ക്ലാസ്സിന് വെച്ച് നോക്കുമ്പം വലിയൊരു സ്ക്രീനിങ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെയും ചെറിയൊരു സ്ക്രീനുണ്ട്, അടിപൊളിയാണ് കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല. അടാറായിട്ട് ഇതൊക്കെ കണ്ടതാ. ഇത് ഫസ്റ്റ് ക്ലാസ് ആണ് കേട്ടോ. ദുബായിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഒരു ഫ്ലൈറ്റാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ കൊടുക്കുന്ന ഫെസിലിറ്റി നോക്കിയിട്ട് കണ്ടോ, ലിക്കറടക്കം ഒഴിച്ചു വെച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെതാ എമിറേറ്റ്സിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് ഇറങ്ങിട്ടോ. എന്റെ പൊന്നടാ, ഇതെന്തെന്ന് ഈ സാധനം. ആകാശത്തിലെ കൊട്ടാരം തന്നെ കേട്ടത്.
ഇനി നമ്മളിതാ ഈ യമകണ്ഠൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. ബോയിങ് 777-300, ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. ഇനി നമ്മളിതാ ഇതിൻ്റെ മണ്ടയ്ക്ക് കൂടി കയറണം കേട്ടോ. എമിറേറ്റ്സ് A380-800. അപ്പോൾ നമ്മളിതാ കയറാൻ പോവാണ് കേട്ടോ. A380-800 ആകാശത്തിലെ ബഹുനില കൊട്ടാരം. ഹായ്. That way, enjoy your 380 experience. Welcome aboard that way, please be done. ഇത് നമ്മൾ നേരെ വരുന്നത് എക്കണോമിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഉള്ളൊരു കളർ കോമ്പിനേഷനിലുള്ള 3/4/3 അങ്ങനെയാണ് ഇതിൻ്റെ ലേ ഔട്ട് വരുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ്ങിലൊരു 2 ഉണ്ടാകുന്നത്. ഇത് എക്സിറ്റാണ് കേട്ടോ. ഇതും 3/4/3 ലേ ഔട്ടിലാണ്. ഒരേ കളർ തന്നെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ബോയിങ് 777 കണ്ട അതേ ലേ ഔട്ട് തന്നെയാണ്. ഇതിലും LED ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു ഫുഡ് സ്പേസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനത്തെ A380 മോഡലൊന്നും നമ്മുടെ നാട്ടിലേക്ക് ഇല്ലല്ലോ. അത് കാരണം ഇങ്ങനെയൊക്കെയല്ലേ കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ UK പോലത്തെ രാജ്യത്തേക്ക് ഇവിടുന്ന് കയറി പോകണം. ഇന്ത്യയിലൊക്കെ A380 ഇല്ലല്ലോ. ഇതൊക്കെ ഏകദേശം ഒരു 18-18.5 മണിക്കൂർ റണ്ണിങ്ങുള്ള ഫ്ലൈറ്റ് ആയിരിക്കും കേട്ടോ. അത്രയും ടൈം എടുക്കുന്ന ഫ്ലൈറ്റുകളൊക്കെ ആവും ഇതെല്ലാം. കൊള്ളാട്ടോ, സൂപ്പറാണ്. ഇത് ക്യാബിൻ ക്രൂവിൻ്റെ ഒരു ഏരിയ ആണ്. Yes, of course. First and business class. കൊള്ളാട്ടോ, അടിപൊളി സെറ്റപ്പാണ് ഇതിൻ്റെ അകത്തൊക്കെ. Yeah, they know me. ഹായ്, how are you? Good. പതുക്കെ പതുക്കെ വളഞ്ഞ് കയറുകയാണ് കേട്ടോ. മുകളിലാണ് കാണാൻ കിടക്കുന്നത്. അത്ര താഴെ എക്കണോമി റേഞ്ചിലുള്ള സീറ്റുകളാണ്. ഫുള്ള് കാര്യം കോഫി മേക്കർ. ഇതിൻ്റെ അകത്തൊരു ബാർ തന്നെ ഉണ്ടല്ലേ. കൊള്ളാല്ല, കയറി വരുന്നതിൻ്റെ ബാറിലേക്കാണ്. എൻ്റെ മോനെ തീ തീ ഒരു രക്ഷയില്ലാട്ടോ. കയറി വരുന്നതിൻ്റെ ബാറിലേക്കാണല്ലോ. ഇതിൻ്റെ ബിസിനസ് ക്ലാസ് ആണ് കേട്ടോ. ബിസിനസ് ക്ലാസ് ഒക്കെ ഇതിൻ്റെ മുകളിലായിട്ടാണ് വരുന്നത്. Hello sir, good afternoon. Welcome to business class. Business class. Ticket book ചെയ്തു. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് അല്ലേ? ബിസിനസ് ക്ലാസ്. ഒരു രക്ഷയില്ലാട്ടോ. ഇതൊന്നും നമ്മുടെ നാട്ടിലേക്കില്ലല്ലോ, അതുകൊണ്ട് കയറാൻ പറ്റില്ല.
ബാംഗ്ലൂർക്കുണ്ട്. A380യോ? ആഹാ. ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് മോനെ. ഇതിൽ നമുക്ക് ഇങ്ങനെ സീറ്റിൻ്റെ ലേഔട്ടൊക്കെ മാറ്റാം. നമുക്ക് കിടന്ന് വരെ നമുക്ക് ഇതിൽ യാത്ര ചെയ്യാം. അത്രയും സെറ്റപ്പാണ് ഇതിൽ കൊടുക്കുന്നത് കേട്ടോ. ഹായ്, ഗുഡ്. എന്താ മോനെ തീ പറയും സാധനം. ഇതുപോലെ നമുക്ക് കിടന്നും യാത്ര ചെയ്യാം. സാധാരണ ട്രെയിനിലൊക്കെയാണ് നമ്മൾ കിടന്ന് യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഫ്ലൈറ്റിലും നമുക്ക് കിടന്ന് യാത്ര ചെയ്യാം. അതിന് ഫസ്റ്റ് ക്ലാസ് തന്നെ എടുക്കണം കേട്ടോ, കിടന്ന് യാത്ര ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇത് ബിസിനസ് ക്ലാസ്സാണോ? ഫസ്റ്റ് അപ്പുറത്ത് വരുന്നല്ലേ? അപ്പോൾ അപ്പോൾ എനിക്ക് തെറ്റിപ്പോയി. കൊള്ളാം, സൂപ്പർ. അപ്പോൾ ഇതാണ് മോനെ ഫസ്റ്റ് ടൈപ്പ് ഫസ്റ്റ് ക്ലാസ്. എന്താ മോനെ ഇതേതോ സാധനം നോക്കിയാൽ ഒരു ക്യാബിൻ ടൈപ്പാണ് വരുന്നത് കേട്ടോ. സീറ്റ് 4K, ഡു നോട്ട് ഡിസ്റ്റർബ്. ഈ സാധനം ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ. അതല്ല Good afternoon. Welcome on board. Hi. അപ്പോൾ തീപാറും ഐറ്റംസ് ഒക്കെ മുകളിലാണ്, എക്കണോമി രീതിയിലുള്ളതൊക്കെ താഴെ. സംഭവിക്കണം കേട്ടോ. ബിസിനസ് ക്ലാസ്സിലായാലും ഫസ്റ്റ് ക്ലാസ്സിലായാലും കടന്നു കൊണ്ടുപോവുക. ഫസ്റ്റ് ക്ലാസ്സിൽ ഒരുപാട് ഫെസിലിറ്റീസ് കൂടുതലുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓഹോ, ഫ്ലൈറ്റിൽ കുളിമുറിയോ? കൊള്ളാട്ടോ, ഫ്ലൈറ്റിലെ കുളിമുറി. ഇനി ഫ്ലൈറ്റിൽ കിടക്കുക മാത്രമല്ല കുളിക്കുകയും ചെയ്യാം. ഇത് പ്രീമിയം എക്കണോമി സൈഡാണ് തോന്നുന്നുണ്ട് കേട്ടോ. ഇത് എന്തൊക്കെയല്ലേ എമിറേറ്റ്സ് കൊടുക്കുന്ന ഫെസിലിറ്റീസ്. ഇനി ഫ്ലൈറ്റിൽ കിടക്കുക മാത്രമല്ല കുളിക്കുകയും ചെയ്യാം. ഇതിൽ ഷവറിങ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അടുത്ത ഫ്ലൈറ്റൊക്കെ ഒന്ന് നിരങ്ങാണ് കേട്ടോ. ഹായ്. ഓ, ഇവിടെയൊക്കെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം കിട്ടുന്ന ഫുഡൊക്കെ ഈ ഒരു ടൈപ്പ് ആയിരിക്കും കേട്ടോ. ഇത് പ്രീമിയം എക്കണോമി ടൈപ്പാണ്. നോർമൽ എക്കണോമി വെച്ച് നോക്കുമ്പോൾ ഇത്രയും കൂടി ലെഗ് സ്പേസ് ഉണ്ടാവും. ഇത് നോർമൽ എക്കണോമിയാണ്. ഇതിൽ 3x3x3 ആണ് സീറ്റിംഗ് ലേഔട്ട് വരുന്നത് കേട്ടോ. ഇതുവരെ നമ്മൾ കണ്ടതൊക്കെ 3-4x3 ആയിരുന്നല്ലോ. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലേഔട്ട് വരുന്നത്. എക്കണോമിയൊക്കെ ഒരേപോലെ തന്നെ കേട്ടോ. ഞാനങ്ങനെ എമിറേറ്റ്സ് മാത്രമായിട്ട് എടുത്ത് കാണിക്കുന്നില്ല, എല്ലാ ഫ്ലൈറ്റിൻ്റെയും അകത്തെ കാഴ്ചകൾ എടുക്കുന്നതായിരിക്കും കേട്ടോ.
Because you see, business and things are always here. അപ്പോൾ ഇതിൽ എക്കണോമിയും പ്രീമിയം എക്കണോമിയും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. ഇത് എക്കണോമിയാണ് കേട്ടോ വരുന്നത്. ഇതാണ് ഇതിൻ്റെ എമർജൻസി എക്സിറ്റ് ഒക്കെ വരുന്നത്. കണ്ടത് അത് കുട്ടികൾക്കുള്ളതാ. ഇതിൻ്റെ ബിസിനസ് ക്ലാസ്. ഇതിന് ഫസ്റ്റ് ക്ലാസ് ഇല്ല കേട്ടോ. ബിസിനസ് ക്ലാസ്സും പ്രീമിയം എക്കണോമിയും മാത്രമാണുള്ളത്. എമിറേറ്റ്സിലൊക്കെ കൊടുക്കുന്ന ഫെസിലിറ്റി ഒക്കെ നല്ല അടിപൊളി ഫെസിലിറ്റി തന്നെയാണ്. ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ. വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ട് എമിറേറ്റ്സ് മാറ്റി പിടിക്കുക. ഇത് അടുത്ത ഫ്ലൈറ്റ് കാണാം കേട്ടോ. ഹായ്. അപ്പോൾ നമ്മൾ എമിറേറ്റ്സിൻ്റെ 3 ടൈപ്പ് ഫ്ലൈറ്റുകൾ നമ്മൾ കയറി എക്സ്പ്ലോർ ചെയ്ത്. ഇനി നമ്മളടുത്തത് കഴിഞ്ഞിട്ടതാ. അവിടൊക്കെ ഒരുപാട് ഫ്ലൈറ്റുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിയുന്ന രീതിയിൽ എല്ലാ ഫ്ലൈറ്റും കയറി നിരങ്ങാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കിട്ടിയ അവസരം മുതലാക്കണമല്ലോ അല്ലേ? അപ്പോൾ ഇതൊക്കെ കയറി കണ്ടിട്ടാണ് നമ്മളിനി ആകാശത്തിലെ തലകുത്തി മറയലൊക്കെ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എമിറേറ്റ്സിൻ്റെ കളർപ്പൊടി വാരിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. അപ്പോൾ പറഞ്ഞു നമ്മൾ എമിറേറ്റ്സിൻ്റെ 3 ടൈപ്പ് വിമാനത്തിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ബോയിങ് 777-ഉം അതുപോലെ തന്നെ A380-യും അതുപോലെ തന്നെ എയർബസ് A350 ടൈപ്പ്, അങ്ങനെ 3 ടൈപ്പ് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് നമ്മൾ കയറി കണ്ടു. അപ്പോൾ ഈ ഒരു എയർ ഷോൻ്റെ 1ാമത്തെ പാർട്ട് ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. കാരണം ഇത് നമ്മൾ മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1ാമത്തെ പാർട്ട് ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എമിറേറ്റ്സിൻ്റെ 3 കാറ്റഗറിയിൽ പെടുന്ന ഫ്ലൈറ്റുകൾ കയറി കണ്ടു കേട്ടോ. ബോയിങ് 777-ഉം A380-800-ഉം അതുപോലെ തന്നെ എയർബസ് A350 ടൈപ്പ്, അങ്ങനെ 3 ടൈപ്പ് വിമാനം നമ്മൾ കയറി എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഈ ഒരു എയർ ഷോൻ്റെ 1ാമത്തെ പാർട്ട് ഞാൻ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ കാരണം ഇത് മൊത്തത്തിലൊന്ന് അരിച്ച് പേർക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 1ാമത്തെ പാർട്ട് വീഡിയോ ഞാൻ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ 2ാം പാർട്ടിൽ കാണാം. അതുവരെയ്ക്കും ബൈ.